അങ്ങനെ 2026 റമദാനൊക്കെ കഴിഞ്ഞു, പെരുന്നാളായല്ലേ. നാട്ടിലെ പെരുന്നാളും ദുബായിലെ പെരുന്നാളും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ദിവസമാവുന്നത്. അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ സന്തോഷമൊന്നും വരുന്നില്ല അല്ലേ. എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും ഷോർട്സ് അപ്ലോഡ് ആക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ പറ്റുന്നില്ല. ഞാൻ എന്തൊരു സങ്കടം വന്നു കഴിഞ്ഞാലും അതിന്മേൽ തന്നെ ഇങ്ങനെ ചിന്തിച്ച് അതിന്മേൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്നെ ഭയങ്കരമായിട്ട് അറിയുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരായിക്കോട്ടെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സങ്കടങ്ങളിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോയി പോകുന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണെന്ന്. അപ്പോൾ ഞാനും എപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ ജീവിതത്തിൽ ആരും വേദനിപ്പിക്കാതെയുള്ള സന്തോഷം സ്വയം കണ്ടെത്തുക എന്നുള്ളതല്ലേ. അപ്പോൾ എൻ്റെ സന്തോഷം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം തന്നെ എല്ലാ വർഷത്തിലും കുക്ക് ചെയ്യാറുണ്ട്. എനിക്ക് പൊതുവെ ഉറക്കമില്ലാത്ത കാരണം കൊണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ വർഷത്തിലും ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പം മട്ടൻ കറിയാണ്, പിന്നെ പത്തിരിയാണ്. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ട്രൈപോഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണും ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട് ഫോണ് വാങ്ങിക്കാൻ എന്നുള്ളൊരു ചിന്തയിലാണ് അങ്ങനെ. അപ്പോൾ പിന്നെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങളോ ഒരുപാട് വലിയ വീഡിയോസോ കാര്യങ്ങളൊന്നുമല്ല. എന്നാലും നമ്മൾ സങ്കടങ്ങളിൽ തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എന്താ പറയുക, നമ്മളെപ്പോഴും എൻഗേജ്ഡായി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളിൽ നമുക്ക് കുറേയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത് കുറേയൊക്കെ ശരിയാണ് കേട്ടോ. പിന്നെ കുറേയൊക്കെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മസാല ആക്കി ബിരിയാണി റൈസാക്കി ബാക്കി ദമ്മിട്ടതും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തും സംഭവിക്കുക എന്നുള്ള സിറ്റുവേഷൻസ് നമുക്കെല്ലാവർക്കും മനസ്സിലാവും. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് അവിടെ അല്ലേ ഇവിടെ അല്ലേ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾക്കല്ലേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പല പ്രശ്നങ്ങളെയും ഒരു എന്താ പറയുക സില്ലിയായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ജീവിതം ഭയങ്കര ചെറുതാണ്. ആരെയും കളിയാക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഈ ഒരു ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പറ്റുന്ന നന്മകൾ ചെയ്യുക എന്നുള്ളതാണ്. ശരിയും പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആയി പോകണ്ട. അപ്പോൾ ഇന്നിപ്പം പെരുന്നാളിന് പത്തിരിയും മട്ടൻ കറിയാണ്, പിന്നെ ബീഫ് ബിരിയാണി ഇട്ടാൽ ഏകദേശം 4 മണി ആയപ്പോഴേക്കും എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 മണി 4:30 ആയപ്പോഴേക്കും അങ്ങനെയൊക്കെ. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈദ് മുബാറക്ക്.